ഇപ്പൊ ആദ്യത്തെ 100 രൂപ ഉണക്കായിടുക കേട്ടോ. ഇത് പറന്ന് പോവുക. ഓ ഞാൻ ജിമ്മിൽ പോവുകയാണ്. എനിക്ക് വയ്യ. ഈ ഗേറ്റ് ഇത്രയും തുറക്കുന്നുണ്ടെന്ന് കാർ എടുക്കുകയാണ്, സൈക്കിളാണ് ഞാൻ. കമോൺ ബോയ്സ് ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ വൈകുന്നേരം പിന്നെയും ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ പിന്നെയും നമ്മൾ ആ ഗെയിം കളിക്കേണ്ടി വരും. ഇന്ന് ക്യാമറമാൻ വരുമോ വരത്തില്ലേ എന്നുള്ളത്. മറ്റേ ഞാനൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് അടുത്ത് വരുന്നു. അത് മേടിക്കാൻ കുറച്ച് മെനക്കേടായിരിക്കും, എന്നാലും ഒരു 5 ദിവസം കൂടി, 5 ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റാക്കാം. ചിലവർ കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ ബൈക്ക് കൊടുക്കുന്നതിൻ്റെയാണ് ഈ സർപ്രൈസ് എന്ന്. ബൈക്ക് കൊടുക്കുന്നതിൻ്റെ അല്ല, അതെന്തായാലും നമ്മൾ ചെയ്യും. പൈസ വരട്ടോ, ബൈക്കിൻ്റെ വേറെ ഏതാ. ക്യാമറമാൻ ജിമ്മി വന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കാണുമെന്ന് അറിയത്തില്ല. ഒടുക്കത്തെ വെയിറ്റ് ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ സെറ്റ് തന്നെ എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങി. ഇനി എന്ത് ധൈര്യത്തിലാണ് മുമ്പോട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറച്ചായിട്ട് നീങ്ങാം. എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത് ഇന്നലെ രാത്രി ആ തുണി കൊടുത്ത് മേടിക്കാൻ പോകണം ഡൗൺലോഡ്. ഇപ്പോഴും എനിക്ക് ഓർമ്മ വന്നു. കിറുക്കി എന്താ വീട്ടിന് മുമ്പ് ഇരിക്കുന്ന. ഇന്ന് വൈകുന്നേരം ഒരു ഷോർട്ട് റെക്കോർഡിയോ ഉണ്ട്. അതിന് മുമ്പ് എനിക്ക് എഡിറ്റ് ചെയ്യണം. അതിന് മുമ്പേ അമ്മ എന്തോന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഞാൻ നോക്കിയിട്ട് വരാം. അമ്മ എന്തോന്ന് ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ. പുട്ട്. ഇത് കടല. ഇതിനിപ്പോ എന്ത് പറയാതിരിക്കുന്നു, ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ക്യാമറമാൻ വരുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലിപ്പിൽ നിങ്ങളെല്ലാം ടൗണിൽ കാണും. ഗൈസ് അപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ക്യാമറമാനും സമയത്ത് വന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്ങനെ എത്തി ഇവിടെ? ഇവന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സമയത്ത് എത്തിയാണല്ലേ നീയെല്ലാം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ 5 മിനിറ്റിലും 100 രൂപ ഉണക്കാനിടാൻ പോവുക. ആരെങ്കിലും ഒരാൾ വന്ന് പൈസ എടുത്തിട്ട് പോകുന്നവരെ. ഇതിനു മുമ്പ് പ്രശ്നം ഇതിന് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പുറം ഞാൻ ഒട്ടിച്ച് വെക്കുമായിരുന്നു. ഇപ്പം ഉണക്കാനിടുക. വലിയ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മഴക്കാലമല്ലേ, വെറൈറ്റി ഉണ്ട്. ഇപ്പം ആദ്യത്തെ 100 രൂപ ഉണക്കാനിടുക കേട്ടോ. ഇത് പറന്ന് പോവുക. ഇപ്പം ആരും ബ്രിഡ്ജിൽ നിന്ന് പോകുന്നില്ല. ഒരാൾ ബ്രിഡ്ജിൽ നിന്ന് വരുന്നത്, അയാൾ കാണുമായിരിക്കും. പക്ഷേ ആ ചേട്ടൻ കണ്ടില്ല. ഓട്ടോക്കാരൻ കണ്ടാ? ഇല്ല, ഓട്ടോക്കാരൻ കണ്ടില്ല. ഒരു ചേട്ടൻ കയറിപ്പോയി, ചേട്ടനും കണ്ടില്ലേ. 3 മിനിറ്റേ ആയുള്ളൂ, പക്ഷേ എല്ലാവരും ഓട്ടോയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആരും കണ്ട പോലും ഇല്ല. 100 രൂപ വെച്ച് നമുക്ക് ഇത്ര പ്രതീക്ഷിക്കാൻ പറ്റുന്നു തോന്നുന്നു. ഈ ഇടക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം ആൾക്കാർ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒട്ടും അങ്ങോട്ട് നോക്കുന്നില്ല ഞാൻ. ബ്രിഡ്ജിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്, പക്ഷേ ആരും കണ്ടില്ല. 5 മിനിറ്റായി, നമുക്ക് രണ്ടാമത്തെ നോട്ട് വെക്കാം. ആരും കണ്ടില്ല. അടുത്തൊരു 5 മിനിറ്റ് കഴിയിട്ട് നമുക്ക് പിന്നെ നോട്ട് കൂട്ടാം. ആലപ്പുഴ നോട്ട് നോക്കുന്ന പരിപാടി എനിക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ ക്യാമറ തുറിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ പൈസക്ക് കുറിച്ച് നോക്കുന്നില്ല. ഇതുവരെ എൻ്റെ ഒരു വീഡിയോ 200 തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു വെയിറ്റ് ചെയ്യുക. എത്ര പോകുന്ന നോക്കാം. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നവരെ ഉണക്കിക്കൊണ്ടേയിരിക്കും. എല്ലാവരുടെയും വിചാരം പ്രാങ്ക് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രോഡ് കള്ളപ്പണമാണെന്ന വിചാരം. അവിടെ 4 പേര് വരുന്നുണ്ട്, അവർ കാണുമായിരിക്കുക. ബ്രിഡ്ജിൽ കയറിയാലും ഇപ്പുറ സൈഡിലാണ്, കാണാൻ വഴിയില്ല. പക്ഷേ കണ്ടില്ല. എല്ലാം കണ്ടു, പക്ഷെ പൈസ കണ്ടില്ല കേട്ടോ. സമയം നോക്കട്ടെ, 10 മിനിറ്റ് ആയെന്ന്. ഇവിടെ 10 മിനിറ്റ് ആയ കേട്ടാ. ഒരു നോട്ടും കൂടി ഉണക്കാനുള്ള സമയമായി. ഞാൻ പോയി ഒരു 100 രൂപ കൂടി ഉണക്കിയിട്ട് വരട്ടെ. ആ ബസ്സിലെ ചേട്ടൻ കണ്ട് എന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കണ്ടോണ്ടിരിക്കുക. ചേച്ചി 300 രൂപ എടുത്തോണ്ട് പോയില്ല. ഞാൻ നോക്കട്ടെ എത്ര രൂപ പോകുന്നു. ആരെങ്കിലും എടുക്കാതിരിക്കത്തില്ല, എടുക്കുമായിരിക്കും അല്ലേ. ഒരു ചേട്ടൻ സ്കൂട്ടിയും പാർക്ക് ചെയ്ത് കണ്ടില്ലേ. ഇതെന്തുവാണ്, പ്ലാസ്റ്റിക് ആണെന്നാണ് അവരുടെ വിചാരം. എടാ മഴ പെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. നോട്ട് നനയും. പിന്നെ ബ്രിഡ്ജിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. ഇപ്രാവശ്യം ആരെങ്കിലും കാണുമായിരിക്കും. എല്ലാവരും അപ്പുറം സദസ്യത്തോട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പുറത്താണ് പൈസ ഇട്ടത്. പൈസ ആരും എടുത്തില്ല, അവരുടെ നഷ്ടം. ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത നോട്ട് വെക്കാനുള്ള സമയമായി. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1, 5, 10, 15 ആകർത്ത്. അവിടുന്ന് 2 പേര് വരുന്നുണ്ട്. അവരെന്നെ കാണുമോ? ആൻറ്റി കണ്ട് നോട്ട് വെച്ചിട്ട്. ആൻറ്റി കണ്ടായിരുന്നു, പക്ഷെ ആൻറ്റി എടുത്തില്ല. ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഹായ്. എല്ലാവരും തിരിച്ചറിയിട്ട് ഒരാളെ പൈസ എടുത്തിട്ട് പോകുന്നില്ലെന്ന്. കണ്ടില്ല. മഴയും തുടങ്ങി, ആൾക്കാർ കുട വരെ പിടിച്ചു തുടങ്ങി. എന്റെ നോട്ട് നനയുന്നു, എടുത്തോണ്ട് കണ്ടിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് പോവാണല്ലേ. അതെയാ, ഒരാളും കൂടി എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഇനിയിപ്പോൾ മഴ പെയ്യും, ആരെങ്കിലും വരുവാന്ന് അറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പേപ്പർ മേടിച്ചതിനകത്ത് ഫ്രീ മണി എഴുതി ഒട്ടിക്കാം. ഇപ്രാവശ്യം നടക്കും. ഞാൻ ഈ ഫ്രീ മണി എഴുതി ഒട്ടിക്കാൻ പോവാ. ഇപ്പം കിട്ടില്ലാണ്, പൊക്കത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ആൾക്കാർ കണ്ടാലും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പോയി പൈസ വെക്കാൻ പോവാ. ഉള്ള പൈസ എല്ലാം നിറഞ്ഞു പോയല്ലേ. ആർക്കും പൈസയുടെ ആവശ്യമില്ല ഇവിടെ. ഇതേ മഴയത്ത് ഇനി ആൾക്കാർ വരുന്നു. അവിടുന്ന് കുറച്ച് പേര് വരുന്നുണ്ട്. ഇവരെടുക്കും ഉറപ്പാ. ആ ചേട്ടൻ കണ്ട്. ഓ ഫിൽറ്ററിലൊക്കെ ആണല്ലോടാ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ആരും പൈസ എടുത്തോണ്ട് പോയില്ല. എന്ത് ചെയ്യാൻ, ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ മഴ കഴിഞ്ഞിട്ട് വീട് പിടിക്കാം. അങ്ങനെ അവസാനം ഞാൻ വീട്ടിലെത്തി. അമ്മ എന്ത് ചെയ്യുന്ന വാതൊക്കെ ഇരുന്നുകൊണ്ട് ഇപ്പൊ വന്നേ ഉള്ള കടയിൽ നിന്ന് കണ്ടനും കിറുക്കി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്തിട്ട് നോക്കണം.
ഇത് പറ്റി ഒരു തൃപ്തിയില്ലായ്മ. തൃപ്തിയില്ലായ്മ ഒന്നുമില്ല, എഡിറ്റ് ചെയ്ത് നോക്കണം. എടുത്താ അതന്നെയാണ്. സൂപ്പറായിരിക്കും. അമ്മ പറഞ്ഞ ഡ്രസ് ചെയ്യാൻ എടുത്തില്ല അവിടെ നിന്ന്. എന്ത് പണിയാണ് ദൈവമേ, അവിടെ എടുത്തിട്ട് വല്ല മിസ്സിങ് ആവുവാടാ അത്. മിസ്സിങ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. ഒരു കാര്യം ഇത് സംബന്ധിച്ചല്ലാതാ ഓർമ്മയില്ല, ഒന്നുമില്ല. ഇത് മാത്രം ഓർമ്മയുണ്ട്. ഇതെന്തുവാണ് ദൈവമേ, ഛേ ആ ബാഗിന്റെ വള്ളി ഇട്ടതാ. ബാഗ് എന്തുവാണ് അവിടെ വെക്കാനും പറ്റില്ല സ്കൂട്ടിയുടെ താഴത്തൊന്നും. അതിനകത്ത് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് കിടന്ന് കുലുങ്ങും. അതുകൊണ്ട് സ്കൂട്ടിയെ വെക്കാഞ്ഞേ. ഇനി എന്തായാലും നമുക്കൊന്ന് കട വരെ പോകണം. അവിടെ എൻ്റെ കുർത്ത തയ്ച്ചില്ലായിരുന്നില്ല, അച്ഛനല്ലേ തയ്ച്ചത്. അപ്പോൾ എൻ്റെ തയ്ക്കാൻ കൂടി കൊടുക്കണം. അവിടെ ഒരാൾ വന്ന് തയ്ച്ചു തരുമെന്ന് പറഞ്ഞ് നോക്കാം, ഇന്നേരം അയച്ചു കിട്ടുമായിരിക്കും. എൻ്റെ മടിയിൽ ആരാ ഇരിക്കുന്നത് കാണണം. കണ്ടൻസാ, പ്രൊപ്പറേറ്റർ ഓഫ് KNK ഓട്ടോമൊബൈൽസ്. എല്ലാം പറയാനാടാ. അപ്പോൾ ഗൈസ് കുറച്ച് ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ട്. ആ കുർത്ത തയ്ക്കുന്ന ആള് ഇന്ന് ചെയ്യത്തില്ല. അപ്പം നാളെയാണോ എൻ്റെ കസിൻ്റെ കല്യാണം, മറ്റന്നാളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റന്നാൾ കഴിഞ്ഞിട്ടാണ്. എന്നാലും നാളെ ഏതോ ഒരു കല്യാണം ഉണ്ട്. നാളെയാണോ മറ്റന്നാളാണ്, എന്തോ 2 എണ്ണം കൊണ്ട് അടുപ്പിച്ചെടുത്ത് 4 ദിവസത്തിൽ. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്കൊരു ഡ്രസ്സ് കുർത്ത ഇനി ഓൾമോസ്റ്റ് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയാൽ ഭാഗ്യം, ഫോട്ടോയിൽ ലോട്ടറി അടിച്ചാൽ കാര്യം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും വല്ല ഏതെങ്കിലും വേറെ ഡ്രസ്സ് എവിടുന്നെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സ്ട്രീം ചെയ്തിട്ട് വരട്ടെ, കുറച്ച് ദിവസം സ്ട്രീം ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. സ്ട്രീം ചെയ്യാൻ സെറ്റൊക്കെ ചെയ്തേ, ലൈറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റൊക്കെ ആക്കി. പക്ഷേ ഇതുവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്താ സ്ട്രീം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറേ നാളെ ഗെയിമൊക്കെ കളിച്ചിട്ട് പിന്നെ എനിക്ക് തന്നെ മനസ്സിലാകുന്നത് എന്ത് ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വല്ല വേറെ സ്ട്രീമേഴ്സുമായിട്ട് കൊലാബ് ചെയ്ത് സ്ട്രീം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആരുമായിട്ട് ചെയ്യും അതറിയത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നല്ല വല്ല ഗെയിം വേണം. മൈൻക്രാഫ്റ്റ് കളിക്കണമെന്നും ഉണ്ട്, പക്ഷെ മൈൻക്രാഫ്റ്റ് കുറേ നാളായിട്ട് കളിച്ചിട്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.